Kerala and Karnataka, the glow of purity. Veena's Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Veena's Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Veena's Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Veena's Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Veena's Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. Zonal Vice President, Sri Sudama Gosara, District Vice President, Manu Lal Melo, District ರಾಜ್ಯದ ಸಹ ಪ್ರಭಾರಿ ದಕ್ಷಿಣ ಕನ್ನಡ ಲೋಕಸಭಾ ಕ್ಷೇತ್ರದ ಸಂಸದರು, ಕರ್ನಾಟಕದ ಮಾಜಿ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾಗಿರುವ ಶ್ರೀ ನಳಿನ್ ಕುಮಾರ್ ಕಟೀಲ್ ಜಿ, ವಿಜಯ್ ಕುಮಾರ್ ರೈ ಸಹಿತ ವೇದಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲ ಗಣ್ಯರೇ, ಆತ್ಮೀಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಭಾರತದಾದ್ಯಂತ 2014ರ ಚುನಾವಣೆಯಲ್ಲಿಯೂ 2019ರ ಚುನಾವಣೆಯಲ್ಲಿಯೂ
ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಸಹಿತ ನಮ್ಮ ಆದರ್ಶವನ್ನು ಒಪ್ಪಿಕೊಂಡು ಸೇರಿರುವಂಥ ರಾಷ್ಟ್ರೀಯ ಬರಲಿಕ್ಕೆ ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟರು. 2024 ಚುನಾವಣೆಯಲ್ಲಿಯೂ NDA ಗೆಲ್ಲುತ್ತದೆ. 3ನೇ ಬಾರಿಗೆ ಸನ್ಮಾನ್ಯ ನರೇಂದ್ರ ಮೋದಿಜಿಯವರು ಈ ದೇಶದ ಪ್ರಧಾನಮಂತ್ರಿ ಆಗುತ್ತಾರೆ ಎಂಬುದು ನಿಸ್ಸಂಶಯವಾಗಿರುವಂಥ ವಿಚಾರ. ಇದು ಕೇವಲ NDA ಮಾತ್ರ ಅಲ್ಲ ಹೇಳುವುದು. ಇವತ್ತು ಈ ದೇಶದಲ್ಲಿರುವಂಥ ಎದುರಾಳಿ ನಿರ್ಮಾಣ ಮಾಡಬೇಕು ಅಂತ ಹೇಳುವಂಥ ಸೂಚನೆಯನ್ನು ಕೊಟ್ಟಿದ್ದರು. ಎಲ್ಲ ಸಂಸದರು ಕೂಡ ಅದನ್ನು ಪಾಲಿಸಿದ್ದಾರೆ. ಸನ್ಮಾನ್ಯ ನಳಿನ್ಜಿಯವರು ಕೂಡ ಅದನ್ನು ಪಾಲಿಸಿದ್ದಾರೆ. ಆದರೆ ರಾಜಭವನ್ ಉನ್ನಿತಾಂಡ್ರಿಗೆ 5 ವರ್ಷ ಕಳೆಯುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಈ 5 ವರ್ಷದಲ್ಲಿ ನಾನು ನನ್ನ ലോകസഭാ ക്ഷേത്രക്കോസ്കരವಾಗಿ ಏನು ಮಾಡಿದ್ದೇನೆ തന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ നിർത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് നേട്ടം. നിങ്ങൾ നോക്കൂ, ഇന്ന് ജമ്മു കാശ്മീരിൽ സമാധാനത്തിന്റെ വള്ളരിപ്രാവുകൾ പറന്നു കളിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും മഞ്ഞ് വാരി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ഉല്ലസിക്കാൻ അതിനനുകൂലമായ സാഹചര്യം ഒരുക്കിയത് നരേന്ദ്രമോദിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഭാരത് ജോഡോ യാത്ര അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചന പോലും നടത്താൻ ഭീകരവാദികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഇന്നത്തെ സ്ഥിതി, ഇന്ന് പോപ്പുലർ ഫണ്ടുകാരനുണ്ടാകാം, അവൻ മറ്റൊരു പേരിൽ SDPI എന്ന പേരിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, തീവ്രവാദികൾ വരച്ച വരയിൽ നിർത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഖജനാവ് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കും, എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചൂലുകൊണ്ട് അടിച്ചു വൃത്തിയാക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതേ അരവിന്ദ് കേജ്രിവാൾ 600 കോടി രൂപയുടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് 600 കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് ED കണ്ടെത്തുകയും ED കോടതിയിൽ കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീഹാർ ജയിലില്ല. പറഞ്ഞു കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇതാ രാഷ്ട്രീയപരമായി ED ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, BJP ED ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ, 9 തവണ ED സമൻസ് അയച്ചു അരവിന്ദ് കേജ്രിവാൾ എന്ന ബഹുമാനായ മുഖ്യമന്ത്രിക്ക്. പക്ഷേ 9 തവണയും സമൻസ് കൈപ്പറ്റാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സമയവും സമൻസ് കൈപ്പറ്റാതെ ചില കീഴ്ക്കോടതികളിൽ അപേക്ഷ കൊടുത്ത് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അവസാനം 9ാമത്തെ തവണ ഡൽഹി എന്തുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകി എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കേജ്രിവാൾ ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഈ ഗവൺമെന്റ് 1 രൂപയുടെ അഴിമതി നടത്തില്ല, പക്ഷേ ആരെയും കക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മണ്ഡലത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യ മേഖലയിൽ കൊണ്ടുവന്നൊരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്തു. പക്ഷേ ഇന്ന് ആ മെഡിക്കൽ കോളേജ് പൂട്ടാൻ പോവുകയാണ്. ജീവനിൽ കൊതിയുള്ള ആരും തന്നെ ആ മെഡിക്കൽ കോളേജിൽ രോഗത്തിന് കാണിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? മെഡിക്കൽ കോളേജ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതാണ് സ്ഥിതി. ആരോഗ്യരംഗത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, കോവിഡിന്റെ സമയത്താണല്ലോ നിങ്ങൾ ഇതിന്റെ ഭീകരതയെ കുറിച്ച് മനസ്സിലാക്കിയത്. കോവിഡിന്റെ സമയത്ത് ഓരോ സംസ്ഥാനത്തിന്റെയും അതിർത്തി അടച്ചു. ഈ കേരളത്തിന്റെ ഇവിടെയുള്ള അതിർത്തി, തലപ്പാടിയിലുള്ള അതിർത്തി കർണാടക ഗവൺമെന്റ് അടച്ചു. ഈ സമയത്ത് ഇവിടെ നിന്നും രോഗമുള്ള രോഗികളുമായി ഇവിടുന്ന് ആംബുലൻസ് അല്ലെങ്കിൽ രോഗികളുമായി കൊണ്ടുപോകുന്ന ആളുകൾ അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നില്ലേ? നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ലേ? ഈ കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ, എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയിൽ അന്ന് 100 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നോ? നിങ്ങൾ ചിന്തിക്കണ്ടേ? 100 കണക്കിന് ആളുകൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു. അത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പദ്ധതികളിലെല്ലാം തന്നെ ഞാനാണ് ചെയ്യുന്നതെന്ന് പറയുന്ന
MP ആണ് കാസർഗോഡിന്റെ MP. കാസർഗോഡിന്റെ MP ഒന്നും ചെയ്തിട്ടില്ല. വന്ദേ ഭാരത് ട്രെയിൻ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ വന്നു. ഞാനാണ് കാരണക്കാരൻ. BJP ഗവൺമെന്റ്, NDA ഗവൺമെന്റ്, നരേന്ദ്രമോദി കാസർഗോഡിലെ ജനങ്ങൾക്ക് നൽകിയ വലിയൊരു വികസനമാണ് വന്ദേ ഭാരത് ട്രെയിൻ. കാസർഗോഡ് ആളുകൾക്ക് തിരുവനന്തപുരത്ത് പോകാൻ എളുപ്പം സഞ്ചരിക്കാൻ അതിവേഗ ട്രെയിനുകളുടെ രീതിയിലാണ് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നത്. 2 ട്രെയിൻ കൊണ്ടുവന്നു. 2 ട്രെയിനാണ് കൊണ്ടുവന്നത്. അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എട്ടുകാരും മുമ്പും ചെയ്യുന്ന ഈ പറയുന്ന ഉന്നതിയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പറയണം. ജനങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. മലമൂത്ര വിസർജനം നടത്തുന്ന വയലേലകളിലും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 വർഷം കൊണ്ട് അത് ഇല്ലാതാക്കുകയും അടിച്ചിട്ട സ്വന്തം വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് ഉത്തരേന്ത്യൻ ജനത മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോദിജിയുടെ ഗ്യാരണ്ടിയിലൂടെയാണെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വികസനത്തിന്റെ പേരിലോട്ട് ചോദിക്കുകയാണ് ദേശീയ ജനാധിപത്യ മുന്നണി. ഇവിടെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ബാലകൃഷ്ണൻ മാസ്റ്റർ എന്തിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തെ കടക്കണിയിലാക്കി പൊതുകടം വർദ്ധിപ്പിച്ച് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയുടെ സംസ്ഥാനമാക്കി സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ പ്രവർത്തനത്തിന്റെ പേരിൽ Mr. Nalin Kumar, Shri Nalin Kumar Kandil, Srimati M. Former National President of BJP to the Saptabhasha Sangama Bhumi Kasaragod. Hearty welcome to you, sir. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും അറിയാം, ഈ വരുന്ന ഏപ്രിൽ 26 നമ്മുടെ ഇലക്ഷൻ. ഞാൻ ഒന്നും പറയാൻ എനിക്ക് വാക്കുകൾ വരുന്നില്ല. നിങ്ങളെല്ലാവരെയും ഒരു സ്നേഹം എൻ്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നരേന്ദ്രമോദിജി ഇവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന ശേഷം നിരവധി കാര്യങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത്. കഴിഞ്ഞ 35-40 കൊല്ലമായിട്ട് കാസർഗോഡിന് ഒരു വികസനം കൊണ്ടുവരാത്ത നമ്മളെ കുട്ടികൾ ഇപ്പോഴും തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മാറ്റി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു BJPയുടെ MP പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരോ വലിയ വോട്ട് ഈ പ്രാവശ്യം വേസ്റ്റ് ആവണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. First of all,
I would like to thank Sri Rajnath Singh sir for coming to Kasaragod. I also thank you sir and our Honorable Prime Minister Shri Narendra Modi ji for giving an opportunity for women in the defense field. കേന്ദ്ര സർക്കാരാണ്. അതേപോലെ കാസർഗോഡിൻ്റെ ഹാർബർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് നമുക്ക് 50 crores മാറ്റി വെച്ചിട്ടുണ്ട്. കാസർഗോഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് 24 crores മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ജയിച്ചു പോയ MP എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്ക് നമ്മുടെ കാസർഗോഡിനെ വികസനമായിട്ട് മാറ്റിയെടുക്കാനും കാസർഗോഡ് ഡെവലപ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഓരോ വിലയേറിയ വോട്ട് എനിക്ക് തന്നിട്ടും ഇന്ന് കാസർഗോഡിൻ്റെ വികസനം വേണ്ടിയിട്ട് വിജയിപ്പിക്കണമെന്നേ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. District President Sri Ravish Tantri Kuntar, candidate from this constituency, Srimati ML Ashwini, Kerala Sahapravari, and the President of the Karnataka State, and the Member of Parliament Sri Nalin Kumar Katil, State Secretary K. Ranji, and Election Committee Chairman Advocate Sri M. Narayan Bhatt, Sri NDA Convener Sri Ganesh Parkatta, and my brothers and sisters, सहोदरी, रात को चेन्नई में रुका था और चेन्नई से यूं ही सी क्रॉस करने के बाद मैं केरला में पहुंचा हूं, तो मुझे ऐसा महसूस हुआ कि जिसने भी केरल के बारे में कहा था कि केरला इज द गॉड्स ओन कंट्री, जिसने कहा था बहुत समझ बूझ कर कहा था और सही कहा. ഇന്നലെ രാത്രി വളരെ വൈകി പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തതിന് ശേഷം ഞാൻ ചെന്നൈയിലെത്തി. ചെന്നൈയിൽ നിന്നും ഇന്ന് രാവിലെ ഞാൻ കേരളത്തിലേക്ക് വന്നു. ഈ കേരളത്തിലേക്ക് വന്ന് ഇതിലെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ആരാണോ പറഞ്ഞത് അയാൾ വളരെ ശരിയാണ്, വളരെ ചിന്തിച്ചിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാസർഗോഡിൻ്റെ ഈ മണ്ണ് ശ്രീ കേശവാനന്ദ ഭാരതിയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി വലിയ നിയമയുദ്ധം നടത്തിയത്. आज रामनवमी का पर्व है. आज अयोध्या में 500 ईयर्स के बाद भव्य तरीके से राम जन्मभूमि स्थल पर भव्य रामनवमी मनाई जा रही है. ഇന്ന് രാമനവമിയാണ്. ഇന്ന് 500 വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ആ ഭവ്യ രാമക്ഷേത്രത്തിൽ ഭവ്യമായ രീതിയിൽ രാമനവമിയുടെ ആഘോഷം നടക്കുകയാണ്. केरला से लेकर कश्मीर तक यदि कोई भारत को जोड़ता है तो यह भारत का कल्चर और मर्यादा पुरुषोत्तम भगवान राम पूरे भारत को एक രാമൻ എന്ന സങ്കല്പത്തിനു മാത്രമേ സാധിക്കുള്ളൂ. भगवान राम हमारे गॉड भी हैं और भगवान राम हमारे कल्चरल आइकन भी हैं. ശ്രീരാമൻ നമ്മളുടെ ഭഗവാൻ മാത്രമല്ല, രാമൻ നമ്മുടെ सांस्कारिक नायकन കൂടിയാണ്. लेकिन कांग्रेस के लोगों को और यहाँ के सीपीएम के लोगों को यह बात समझ में नहीं आती. रामनवमी का भी जब फेस्टिवल सेलिब्रेट करने की बात होती है वह तरह तरह के हर्डल्स क्रिएट करते हैं. എന്നാൽ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവര് രാമനവമിയെ അംഗീകരിക്കാൻ തയ്യാറല്ല. ब्रदर्स एंड सिस्टर्स, इस देश की हिस्ट्री है जिसने कुछ पॉकेट्स को छोड़ दिया जाए. लेफ्ट पार्टी भी अब भारत से अब समाप्त सी हो गई है. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ രാജ്യത്തിൽ രാമനെ ആരാണോ എതിർക്കുന്നത് അവൻ നിഷ്കാസനം ചെയ്യപ്പെടും. കോൺഗ്രസ് രാമനെ എതിർത്തു. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിതതിനെ എതിർത്തു. എന്താണെന്ന് കോൺഗ്രസിന്റെ അവസ്ഥ? കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു. കമ്മ്യൂണിസ്റ്റുകാർ ശ്രീരാമ സങ്കല്പത്തെ എതിർത്തു. ഇന്ന് കേരളം ഒഴികെ മറ്റെല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ, അഭയാർത്ഥികളുടെ അവസ്ഥ.
और भारत की कल्चर यह मैसेज देती है कि जस्टिस टू ऑल, अपीजमेंट ऑफ नन. ഭാരതത്തിന്റെ സംസ്കാരം, അതിന്റെ അടിസ്ഥാന സങ്കല്പം വസുദേവ കുടുംബം എന്നാണ്. ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. അതിൽ നിന്നുമാണ് ഉയർന്നു വരുന്ന ഒരു സങ്കല്പമാണ് എല്ലാവർക്കും നീതി, ആരോടും പ്രീണനവുമില്ല എന്ന കാര്യം. कांग्रेचुलेट करना चाहता हूं कि केरला में उन्होंने भारतीय जनता पार्टी को कम से कम डबल डिजिट परसेंटेज वाली पार्टी बना दिया है. इसके लिए अपने वर्कर्स को मैं कांग्रेचुलेट करना चाहता हूं. और मैं पूरी तरह से कॉन्फिडेंस के साथ मैं ये कहना चाहता हूं, इस बार के इलेक्शन में बीजेपी डबल डिजिट सीट्स वाली पॉलिटिकल पार्टी बनकर लैंड कर चुका है लैंडर. और भारत दुनिया का अकेला देश है जिसने कि चंद्रमा के साउथ पोल पर अपना लैंडर उतारने में कामयाबी हासिल की है. मोदी यूडे गारंटी यह है कि अब गगनयान भी हमारा अब अपने टारगेट को अचीव करने में कामयाब होगा, ऐसा मेरा पूरा विश्वास है. നമ്മുടെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചന്ദ്രയാൻ 3 എന്താ സംഭവിച്ചത്? बनेगा. यही है मोदी यूडे की गारंटी. और बहनों भाइयों, मोदी यूडे गारंटी भारत स्पेस सेक्टर में गगनयान जैसी मॉन्यूमेंटल अचीवमेंट हासिल करेगा. मोदी यूडे गारंटी है पीएम किसान सम्मान निधि का पैसा किसानों को मिलता रहा है और आगे भी मिलता रहेगा. यह मोदी यूडे गारंटी. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? ഭാരതത്തിൽ ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവരും. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഭാരതം ബഹിരാകാശത്ത് തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കും. बीजेपी का इलेक्शन मैनिफेस्टो यानी मोदी यूडे गारंटी. मोदी यूडे गारंटी नेक्स्ट 5 इयर्स में भारत को वर्ल्ड थर्ड लार्जेस्ट इकोनॉमी बनाना, यही मोदी यूडे गारंटी. ഈ കഴിഞ്ഞ ദിവസം ഇരട്ടി ജോലി ചെയ്തുകൊണ്ട് കേരളത്തെ വിജയിപ്പിക്കാൻ, ബിജെപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഇത്തവണ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ബിജെപി ഇരട്ട സംഖ്യയിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. बन चुके हैं. इस बार इलेक्शन मैनिफेस्टो में हम लोगों ने फैसला किया है आगे भी मिनिमम 3 करोड़ पक्के हाउसेज बनकर रहेंगे. और साथ ही साथ 70 इयर्स के ऊपर की 70 इयर्स के ऊपर के एज के जितने भी लोग हैं, चाहे किसी इनकम ग्रुप के हों, चाहे किसी कास्ट, क्रीड और रिलीजन के क्यों न हो, सबको 5 लाख रुपए तक फ्री मेडिकल फैसिलिटी प्रोवाइड की जाए. डिटेल और ऐसे अन्य सेक्टर्स में की ट्रेनिंग देंगे. यानी बीजेपी के डेवलपमेंट विजन में केरला का हर सेक्शन और सोसाइटी के लिए एक व्यापक रोड मैप हमारे पास मौजूद है. 10 കോടി മഹിളകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് നാം വരുന്ന 5 വർഷത്തിനുള്ളിൽ അവർക്ക് IT മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ടൂറിസം മേഖലയിൽ നമ്മൾ അവർക്ക് പരിശീലനം കൊടുക്കും. അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. കേരളത്തിൽ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നമ്മളൊരു മാതൃകാപരമായ സഹായം നൽകുന്ന, സേവിക്കുന്ന ഭരണം കൊണ്ടുവരും. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. जोड़ेंगे और अपनी हेरिटेज को वर्ल्ड क्लास हेरिटेज के स्तर पर ले जाएंगे, उस ऊंचाई तक पहुंचाएंगे. यह केरला में तो इसकी बहुत ज्यादा संभावनाएं हैं. बीजेपी का प्लान बड़े टूरिस्ट डेस्टिनेशन के ओवरऑल डेवलपमेंट का. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നാം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഭാരതത്തിന് അതിശക്തമായ ഗംഭീരമായ പാരമ്പര്യത്തിന്റെ ചില കേന്ദ്രങ്ങളുണ്ട്. ആ പാരമ്പര്യത്തിന്റെ കേന്ദ്രങ്ങളെ, നമ്മുടെ പൗരാണികതയുടെ കേന്ദ്രങ്ങളെ നാം ये महिलाओं को फाइनेंशियल हेल्प भी दें. സുഹൃത്തുക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ
പരിസ്ഥിതി സൗഹൃദമായ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കും. വീടുകളിൽ താമസിച്ചുകൊണ്ടുള്ള ടൂറിസം വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കും. അത് നമ്മുടെ ആദിവാസി സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും. മാത്രവുമല്ല, നമ്മുടെ സ്ത്രീകളുടെ വരുമാനത്തെ അത് വർദ്ധിപ്പിക്കും. അങ്ങനെ വീടുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിച്ച് മഹിളകളുടെ സാമ്പത്തിക സ്ഥിതി നാം മെച്ചപ്പെടുത്തുമെന്ന്. വാക്കൊന്നാണ്, പ്രവൃത്തി ഒന്നാണ്. ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കാരണം വിശ്വാസ്യത പൊതുജീവിതത്തിൽ നഷ്ടമായിരിക്കുന്നു. ആ വിശ്വാസ്യത നാം തിരിച്ചു കൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ നാം പറയുന്നത് അത് നാം ചെയ്യും. അങ്ങനെ പൊതുജീവിതത്തിൽ വിശ്വാസ്യത നാം കൊണ്ടുവരും. നമ്മൾ ഈ രാജ്യത്ത് ഏറ്റവും വിശ്വാസമുള്ള പാർട്ടിയാണ്. നമ്മളെയാണ് രാജ്യത്ത് ഏറ്റവും ആളുകൾക്ക് വിശ്വാസം. ആ വിശ്വാസത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നാം പറയുന്നു, നമ്മളിതാ ഈ രാജ്യത്തെ 2027 കൂടി ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് നാം പറയുന്നു. അതോടൊപ്പം 2047 കൂടി ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി നാം മാറ്റുമെന്നും നാം ഉറപ്പു നൽകുന്നു. लेकिन इस क्राइसिस ऑफ क्रेडिबिलिटी को चैलेंज के रूप में किसी ने स्वीकार किया है तो भारतीय जनता पार्टी ने स्वीकार किया है. हमारे वर्ड्स और हमारे डीड्स में कभी अंतर नहीं रहा. हमने जो कुछ भी इलेक्शन मैनिफेस्टो में कहा है हमने उसे पूरा किया है. और मैं आपको यकीन दिलाना चाहता हूं, सबसे क्रेडिबल पॉलिटिकल पार्टी देश के यदि बनाएंगे और हम केरला के फिशरमैन परिवारों की क्वालिटी ऑफ लाइफ सुधारेंगे, उनकी डिग्निटी को बढ़ाने के लिए जो कुछ भी करना पड़ेगा वह भारतीय जनता पार्टी करेगी. നമ്മൾ മത്സ്യപ്രവർത്തക മേഖലയിൽ കൂട്ടായ്മകൾ രൂപീകരിക്കും, ക്ലസ്റ്ററുകൾ രൂപീകരിക്കും. എന്നിട്ട് അവരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും അതിന്റെ സംസ്കരണം ഗുണകരമാക്കാനും നാം ശ്രമിക്കും. അങ്ങനെ അവർക്ക് അന്തസ്സോടുള്ള, ആത്മാഭിമാനത്തോടുള്ള, അതേസമയം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് ജീവിക്കാനുള്ള സാഹചര്യം നാം സൃഷ്ടിച്ചെടുക്കും. ब्रदर्स एंड सिस्टर्स, कांग्रेस और लेफ्ट पॉलिटिकल पार्टी के वर्ड्स और डीड्स फिशरमैन बहनों भाइयों को बहुत ही इससे फायदा पहुंचने वाला है. उनकी लाइवलीहुड को जो एलडीएफ और यूडीएफ ने पिछले वर्षों में बर्बाद किया है उसे हम बचाने की पूरी कोशिश करेंगे. कोशिश ही नहीं करेंगे, हम उसको बचाएंगे. मैं आपको एश्योर करना चाहता हूं. നമ്മളുടെ തീരദേശം, ആ തീരദേശത്തെ നാം കണക്കിലെടുത്തുകൊണ്ട് ആ തീരദേശത്തിലെ മത്സ്യപ്രവർത്തക സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി നാം കൊണ്ടുവരാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് മേഖലയാണോ കഴിഞ്ഞ കാലങ്ങളിൽ ഇടത് മുന്നണിയും വലതു മുന്നണിയും അവരെ ശ്രദ്ധിക്കാതിരുന്നത്, ആ മേഖലയിൽ നമ്മൾ ഇടപെട്ട് നമ്മുടെ മത്സ്യപ്രവർത്തക സഹോദരന്മാർക്ക് പദ്ധതികൾ കൊണ്ടുവന്ന് അവരെ നാം സഹായിക്കാൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ നാം തീരുമാനിച്ചിരിക്കുന്നു. നാം 370 വകുപ്പെടുത്ത് ദൂരെ എറിയുമെന്ന്. അങ്ങനെ നമുക്ക് കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചപ്പോൾ നാം ഈ 370 വകുപ്പിനെ എടുത്ത് റദ്ദാക്കി. ഇന്ന് എന്താണ് ഫലം? ജമ്മു കാശ്മീർ ഈ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെ പോലെ ഒരു സാധാരണ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. हमने इलेक्शन मैनिफेस्टो में कहा था जिस दिन क्लियर मेजॉरिटी की हमारी सरकार बन जाएगी, हमारी कोशिश यह होगी अयोध्या की धरती पर भव्य राम का मंदिर बन जाए. और मेरे बहनों भाइयों, आपने देखा अब मर्यादा पुरुषोत्तम भगवान राम अपनी झोपड़ी से निकलकर अपने पैलेस में पहुंच चुके हैं. अब लगता है कि भारत में राम राज्य आने से दुनिया की कोई ताकत हमें रोक. നമ്മള് ഭവ്യമായ ഒരു ക്ഷേത്രം പണിയുമെന്ന്. ഇന്ന് നോക്കൂ, രാമൻ ഒരു ചെറിയ ടെന്റിൽ നിന്നും മഹത്തായ ഒരു ക്ഷേത്രത്തിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ ഭവ്യമായ രാമ ക്ഷേത്രം വന്നിരിക്കുന്നു. രാജ്യം രാമരാജ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. के मामले में आप इंटरवीन कैसे कर सकते हैं, कैसे इंटरफियर कर सकते हैं? बहनों भाइयों, कोई भी मदर, डॉटर, सिस्टर, चाहे किसी रिलीजन की मानने वाली क्यों न हो, और सारी हमारी भी मदर हैं, सिस्टर हैं, डॉटर हैं, उनके साथ यदि अत्याचार होगा तो भारतीय जनता पार्टी सख्त कार्रवाई करेगी, सरकार बने अथवा न बने. क्योंकि हम लोग पॉलिटिक्स
केवल गवर्नमेंट बनाने के लिए नहीं करते हैं, हम पॉलिटिक्स करते हैं तो नेशन बिल्डिंग के लिए पॉलिटिक्स करते हैं. നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു നമ്മളോട്, എന്തിനാണ് മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളിൽ ഇടപെടുന്നത് എന്ന്. പക്ഷെ നാം പറയുന്നു, ഈ രാജ്യത്തിലെ അമ്മമാർ, സഹോദരിമാർ, അവരുടെ അവകാശങ്ങൾ, അവരെ നികൃഷ്ടമായ രീതിയിൽ ജീവിക്കാൻ വിടുന്ന ഏതൊരു കാര്യത്തെയും, അത് എന്ത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ അത് എതിർക്കുമെന്ന് നാം പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും നമ്മൾ പറഞ്ഞ വാക്കിന്റെ കാര്യത്തിൽ ഒരിക്കലും പിറകോട്ട് പോകില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഈ രാജ്യത്തെ സഹോദരിമാർക്ക്, അമ്മമാർക്ക് അന്തസ്സോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. While he was in jail, he was not even allowed to attend a ceremony relating to his mother's death during the Congress rule. I, on behalf of 15 വർഷക്കാലം 3 ടേമുകളിലായി ഭരണം നടത്തി ഈ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാതൃകയായി ഭരണം നടത്തിയ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കെത്തിയ കാലഘട്ടം ഓർക്കണം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതുപോലെ വ്യക്തികൾ നടത്തിയ വ്യക്തിപരമായ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. श्रीमती प्रवीणा मंडल, राजमंडल प्रेसिडेंट श्री गणेश पारकटा, डिस्ट्रिक्ट प्रेसिडेंट BDJS, श्री रामकृष्ण वनमुरली, डिस्ट्रिक्ट प्रेसिडेंट RLJP, श्री CJ, डिस्ट्रिक्ट प्रेसिडेंट केरला कांग्रेस कांग्रेस, श्री जयराम मय्यनूर, डिस्ट्रिक्ट प्रेसिडेंट शिवसेना, श्री गंगाधर कालीश्वर, डिस्ट्रिक्ट प्रेसिडेंट, श्री अरविंद अक्षर, डिस्ट्रिक्ट प्रेसिडेंट LJP, श्री ಈ ನಮ್ಮ ಕಾಸರಗೋಡು ಪಾರ್ಲಿಮೆಂಟರಿ ಕಾನ್ಸ್ಟಿಟ್ಯೂನ್ಸಿ NDA ಕಮಿಟಿ ಅದರ ಪರವಾಗಿ ನಾನು ಪ್ರತ್ಯೇಕವಾಗಿ ಅವರನ್ನು ಸ್ವಾಗತಿಸುತ್ತೇನೆ. ಕರ್ನಾಟಕದ ಬಿಜೆಪಿಯ ಮಾಜಿ ಅಧ್ಯಕ್ಷರಾದಂತಹ ಶ್ರೀಮಾನ್ ನಳಿನ್ ಕುಮಾರ್ ಕಟೀಲ್ ಅವರೇ, ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಪಕ್ಷದ ಎಲ್ಲ ನಾಯಕರೇ ಮತ್ತು ಸಹೋದರ ಸಹೋದರಿಯರೇ, ಇವತ್ತಿನ ಈ ಚುನಾವಣಾ ಪ್ರಚಾರ ಸಭೆ, ಈ ಸಭೆಗೆ ನಮ್ಮ ಕೇಂದ್ರ ಮಂತ್ರಿಯವರು, ಪ್ರಾಂತ್ಯ ಬಿಜೆಪಿಯ
City Gold and Diamonds, Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും